ഇന്ന് രാവിലെ തന്നെ എൻ്റെ മഹാറാണി എണീറ്റ് മിറ്റമൊക്കെ തൂക്കാൻ തുടങ്ങി കേട്ടോ. ഇവൾ എപ്പോഴും താമസിച്ചാണ് കൂടുതൽ എണീക്കുന്നത്. അപ്പം ഞാൻ ഓർക്കാറുണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഇവൾ രാവിലെ എണീക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റ് മിറ്റമൊക്കെ തൂത്തേക്കണം എന്ന് പറഞ്ഞു. ഇന്ന് 5:45 എണീറ്റ് മിറ്റം തൂത്തു കേട്ടോ. ഇപ്പം നേരത്തെ നേരം വെളുക്കും, അതുകൊണ്ട് വെട്ടമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മിറ്റം തൂക്കാനായിട്ട് അച്ഛൻ ഇറങ്ങി മിറ്റം എല്ലാം തൂക്കുക. മിറ്റം തൂരം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇവിടെ നല്ലൊരു പണി തന്നെയാണ് കേട്ടോ. ലോക്കട്ടൊക്കെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടംപോലെ കാടുണ്ട് കേട്ടോ. അതെല്ലാം പറിച്ച് വേണം തൂക്കാനായിട്ട്, ഇല്ലെങ്കിൽ ആ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വൃത്തികേടാണ്. അങ്ങനെ അച്ഛൻ മിറ്റം എല്ലാം തൂത്ത് കാടൊക്കെ പറിച്ച് എല്ലാം റെഡിയാക്കി നിൽക്കുക. അപ്പം ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മടിച്ച് പിടിച്ചിരിക്കുകയും ചെയ്യും. പക്ഷേങ്കിൽ വൃത്തിയാക്കാനൊക്കെ ഇറങ്ങിയാൽ പിന്നെ ഒരു ഒന്നൊന്നര വൃത്തിയാക്കലൊക്കെയാണ്. അപ്പം മിറ്റം എല്ലാം തൂത്ത് അച്ഛൻ വൃത്തിയാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ രാവിലത്തെ കാപ്പിയൊക്കെ ഇനി ഉണ്ടാക്കണം. അവൾ വരുമ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിശക്കുന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കയറി വാ, ഞാൻ പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ആ കൂടെ ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ ചാറി മിറ്റമൊക്കെ ഒന്ന് നനഞ്ഞും കൂടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിക്കകത്ത് കുറച്ച് കാടൊക്കെ ഉണ്ട്, പറിച്ച് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ചാണ്. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത് വേസ്റ്റിനകത്ത് കൊണ്ടിടാനായിട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ അവിടെ വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. നാളെയാണ് കല്യാണം, വൈകിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് വൈകിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നിവിടെ വരുന്ന വണ്ടികളൊക്കെ കൂടുതലും ഇവിടെ ആയിരിക്കും വിടുന്നത്. അപ്പം മിറ്റമൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കിയൊക്കെ എടുക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ അകത്തേക്ക് പുട്ടുണ്ടാക്കാനായിട്ട് കയറി. ഗോതമ്പ് പുട്ടാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് 3 പേർക്ക്. ഞങ്ങൾ 3 പേരും ഉള്ളൂ ഇവിടെ. അപ്പം ഗോതമ്പിൻ്റെ പുട്ടാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി പഴവും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ടൊക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ചോറൊക്കെ ചേർത്തല്ലേ പൊടിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല കേട്ടോ, ഇന്ന് പച്ചവെള്ളം ചേർത്ത് കുഴച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ചോറൊന്നിട്ട് പൊടിക്കാനുള്ള സമയമായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സമയമില്ലെന്നല്ല, ചോറിട്ട് പൊടിക്കണ്ട, ഇങ്ങനത്തെ ഒരു പുട്ടുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ പഴം എല്ലാം സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടും പഴമൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ.